ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ മൊബൈൽ വ്ളോഗ്. ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് മൊബൈലിൻ്റെ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറഞ്ഞ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് ഏകദേശം 3 വർഷമായി. കാരണം പേഴ്സണലായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ഡിപ്രഷൻ, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് കാരണം ഞാൻ വീഡിയോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫേസ് കാണിച്ചൊരു വ്ളോഗ് ചെയ്തിട്ടോ ഏകദേശം 3 വർഷമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ കുട്ടനാടാണുള്ളത്. കുട്ടനാടിനൊരു സവിശേഷതയുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 2.7 മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന, ഇന്ത്യയിലെ ഏറ്റവും താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമതല പ്രദേശമാണ് കുട്ടനാട്. ധാരാളം കായലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ, എപ്പോഴും വെള്ളം ലഭിക്കുന്ന ഒരു പ്രദേശമെന്ന് കുട്ടനാടിനെ വിശേഷിപ്പിക്കാം. എപ്പോഴും വെള്ളം ലഭിക്കുന്നു എന്ന് പറയുമ്പോഴും പല സ്ഥലങ്ങളിലും കടലുമായിട്ടും കായലുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന, കായലുകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ശുദ്ധജലത്തിൻ്റെ ലഭ്യത അല്പം കുറവുള്ള സ്ഥലങ്ങളുണ്ട്. കാരണം അതിൽ ഉപ്പ് കലർന്ന വെള്ളമായിരിക്കും പലരും കിട്ടുക. അപ്പോൾ പല ആളുകളും ഇത് ശുദ്ധീകരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒരു വിഷയം, അതവിടെ നിൽക്കട്ടെ. നമ്മളിന്നൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നതെന്ന് പറഞ്ഞു. അതിലേക്ക് കടക്കാം. കാരണം നമ്മളൊരു പുതിയ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. 2019 2 മാസം നീളുന്ന ഇന്ത്യ യാത്രയ്ക്ക് ശേഷം 5 വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇപ്രാവശ്യം നമ്മൾ അടുത്ത ഒരു ഹിമാലയൻ ഗ്രാമങ്ങളിലെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുട്ടനാട്ടിൽ നിന്നും ഒരു യാത്ര പോവുകയാണ്. ഇതിനെ ആൾട്ടിറ്റ്യൂഡ് ഡ്രൈവ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എൻടോർക്ക് എന്ന് പറയുന്ന നമ്മുടെ സ്കൂട്ടറിലാണ് നമ്മൾ 2 മാസം, ഏകദേശം 58 ദിവസമാണ് ഇന്ത്യക്ക് ഇറങ്ങിയത്. അതിൽ 28ഓളം ദിവസം നമുക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് പലരും നമുക്ക് താമസ സൗകര്യമൊക്കെ സൗജന്യമായിട്ട് ഒരുക്കി തന്നിരുന്നു എന്ന കാര്യം, അതിൻ്റെ ആ ഒരു നന്ദി ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഈ പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്യുന്നത് പഴയൊരു ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ കാറിലാണ് യാത്ര ചെയ്യുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ ഒരു റൈഡിനെ ആൾട്ടിറ്റ്യൂഡ് ഡ്രൈവ് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. റൈഡ് എന്ന് പറയാൻ പറ്റില്ല, ഡ്രൈവ് എന്ന് തന്നെയാണ് പറയുക, കാറിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായിട്ടുള്ള, ആൾട്ടിറ്റ്യൂഡ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള കുട്ടനാട്ടിൽ നിന്നും യാത്ര ആരംഭിച്ച് ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള മോട്ടറബിൾ റോഡ്, ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡായിട്ടുള്ള 19,024 അടി ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഉംലിംഗ്ല ടോപ്പിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഔദ്യോഗികമെന്നൊന്നും പറയാനില്ല, നമ്മുടെ ഒരു കുടുംബമായിട്ട്, ഞാനും എൻ്റെ വൈഫും എൻ്റെ കുട്ടിയുമായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങോട്ട് കുട്ടനാട്ട് വന്നിട്ടുള്ളത്. കുട്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്രയിൽ 2019 നമ്മുടെ സ്കൂട്ടർ യാത്രയിൽ, ലഡാക്കിലേക്കുള്ള സ്കൂട്ടർ യാത്രയിൽ അന്ന് കുട്ടി ജനിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവൻ്റെ പേര് എൽറോയ് എന്നാണ്. അവനിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ഈ പറയുന്ന ഒരു യാത്രയിൽ അവനെ കൂട്ടുന്നതിന് വളരെ പരിമിതിയുണ്ട്. കാരണം ഇത് നമ്മൾക്ക് 15,000 അടി ഉയരത്തിലേക്ക് പോകുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് ചിലപ്പോൾ AMS മൂലം സിക്നെസ് അനുഭവപ്പെടാം. കാരണം ഓക്സിജൻ്റെ ലെവൽ കുറയുമ്പോൾ, അന്തരീക്ഷത്തിലെ മർദ്ദം വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ തല ചുറ്റുക, ഓക്സിജൻ ലെവൽ കുഴഞ്ഞു വീഴുക, ചിലർക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം. ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയെ ഈ യാത്രയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിലും ഈ യാത്രയുടെ തുടക്കത്തിൽ ഞങ്ങൾ അവനെയും കൂടി കൂട്ടുന്നുണ്ട്. ഈ കുട്ടനാട് ഞങ്ങൾ അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവനിപ്പോൾ കളിച്ച് രസിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടനാട് ഇപ്പോൾ ഒരു റിസോർട്ട് എടുത്തിരിക്കുകയാണ്. ആ റിസോർട്ടിൻ്റെ സൈഡിൽ കിടക്കുന്ന, കായലിൽ കിടക്കുന്ന ഒരു ബോട്ടിലിരുന്നിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങിയാണ്. എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല. നമ്മൾ പൊതുവായിട്ടുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങൾ മിക്കതിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഹിമാലയൻ ഗ്രാമങ്ങൾ ഭംഗി ആസ്വദിക്കാൻ, ഇന്ത്യ-പാക് അതിർത്തി, ഇന്ത്യ-ചൈന അതിർത്തിയിലുള്ള ഗ്രാമങ്ങൾ ആസ്വദിക്കാൻ, അതുപോലെ തന്നെ ഈ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഉംലിംഗ്ല ടോപ്പിലേക്കുള്ളൊരു യാത്രയാണ്. സാധാരണ ടൂറിസ്റ്റുകൾ പോകാത്ത പല ഗ്രാമങ്ങളിലും പോയി അവരോടൊപ്പം താമസിച്ച് അവരുടെ സംസ്കാരവും ജീവിതവും അവരുടെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്ത് അവരുണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഗ്രാമജീവിതങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു യാത്ര. അപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ വരുന്ന ദിവസങ്ങൾ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കും. മറ്റു യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ നമുക്ക് ഡെയിലി ഒരു അപ്ഡേറ്റ് ഒന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കില്ല. നമ്മൾ ആസ്വദിച്ച് അത്രത്തോളമായി യാത്രയിൽ ഇൻവോൾവ് ചെയ്ത് യാത്ര ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള യാത്രാ പരമ്പരകളായിട്ട്, വീഡിയോകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. വണ്ടി ഇപ്പോൾ ഒരു സർവീസൊക്കെ കഴിച്ച് അത്യാവശ്യം മെക്കാനിക്കലി ഫിറ്റായിട്ട് ഇറക്കിയിട്ടാണ് നമ്മൾ കുട്ടനാട്ടേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലെയും ആൾട്ടിറ്റ്യൂഡ്, അവിടുത്തെ അന്തരീക്ഷ മർദ്ദമൊക്കെ തന്നെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആൾട്ടിമീറ്റർ, നമ്മുടെ കയ്യിൽ ബാരോമീറ്റർ, ഇങ്ങനത്തെ
പല എക്യുപ്മെൻറ്റ്സുകളും നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ടെൻറ്റ് നമ്മൾ കൈപിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ടെൻറ്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുരക്ഷിതമായിട്ടുള്ള സംഭവമല്ല പൊതുസ്ഥലങ്ങളിൽ എന്ന് പറയുന്നത് നമുക്കറിയാം. കേരളം വിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാം. എന്നാൽ ഹിമാലയൻ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ, അതിർത്തി പ്രദേശങ്ങളിൽ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ചില സ്ഥലങ്ങൾ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ അപൂർവമായിട്ട് മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത്തരം സ്ഥലങ്ങളിൽ ഇനി മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ ബോർഡറിൽ വണ്ടിയിൽ തന്നെ കിടക്കാനുള്ള സംവിധാനം, വണ്ടിയിൽ കുക്ക് ചെയ്യാനുള്ള കുക്കർ, അരി, അതുപോലെ പാത്രങ്ങൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പരമാവധി ചിലവ് കുറച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്ന വഴിക്ക് മിക്ക സ്ഥലങ്ങളും നമ്മൾ ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഭക്ഷണം വെച്ച് തന്നെയായിരിക്കും കഴിക്കുക. അപ്പോൾ ഈ യാത്ര ഇന്ന് ഔദ്യോഗികമെന്ന് പറയാനില്ലെങ്കിലും സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, ഞങ്ങളിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ 3 വർഷമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിന് മുമ്പിൽ, ക്യാമറയുടെ മുമ്പിലൊക്കെ വന്ന് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും എനിക്ക് വന്നിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സംസാരിക്കുന്ന പരിമിതികളുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യുക. കഴിഞ്ഞ 2 വർഷത്തോളം ദുബായിൽ പോയി ജോലി ചെയ്ത് അതിൽ നിന്ന് പൈസ മാറ്റി വെച്ചിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. കാണാം. ബൈ.